ഓം ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഹരിനാമ കീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. എഴുത്തച്ഛൻ്റെയും ഗുരുപരമ്പരയുടെയും ഭഗവാൻ നാരായണൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് 19ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് പഠനം ആരംഭിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. 18ാമത്തെ ശ്ലോകം വരെ എഴുത്തച്ഛൻ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും വിരാട് പുരുഷനായ പരമാത്മാവിനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ നാമങ്ങളാലുള്ള ഒരു നാമാർച്ചനയാണ് നമ്മൾ കണ്ടത്. ഹരി എന്നും ഗോവിന്ദനെന്നും രാമനെന്നും കൃഷ്ണനെന്നും നാരായണനെന്നും എല്ലാം സ്തുതിച്ചുകൊണ്ട് അനേകം നാമങ്ങൾക്കുടമയായ ആ പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ അജ്ഞാനം മാറ്റി എനിക്ക് നല്ലൂഗതി മോക്ഷഗതി നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം മുതൽ ആരൊക്കെയാണോ ഈ നാമങ്ങൾ ജപിക്കുന്നത് അവർക്ക് മനസ്സുണ്ടായാൽ മതി, ശ്രദ്ധയും ഭക്തിയുമുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. മറ്റുള്ള സാഹചര്യങ്ങളൊന്നും നാമജപത്തിന് തടസ്സമല്ല, മോക്ഷപ്രാപ്തിക്ക് തടസ്സമല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം 19ാമത്തെ ശ്ലോകം. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബധ, നീരുന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണച്യുത ഹരേ എന്നു ചൊല്ലുവതിനു നാവെന്നി വേണ്ട ഹരിനാരായണായ നമഃ. നമ്മൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ ഒരു സൂചനയാണ് ഈ ശ്ലോകം. നമുക്കൊന്ന് ചൊല്ലാം. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബധ, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണാച്യുത ഹരേ എന്നു ചൊൽവതിനു നാവന്നി വേണ്ട ഹരിനാരായണായ നമഃ. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബധ, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണാച്യുത ഹരേ എന്നു ചൊൽവതിനു നാവെന്നി വേണ്ട ഹരിനാരായണായ നമഃ. അല്ലയോ ഹരിനാരായണ, ഞാൻ ഈ പദ്യം കൊണ്ട് അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. എന്തൊക്കെയാണ് ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ മനോഹരമായി നമ്മളോട് പറയുകയാണ്. ഊരിന്നു വേണ്ട, അതായത് ഊരെന്ന് വെച്ചാൽ ദേശം, പ്രത്യേകമായ ഒരു ദേശം വേണ്ട. എന്തിന്? ഭഗവാനെ ജപിക്കുവാൻ, അല്ലേ? തിരുനാമങ്ങൾ ജപിക്കുന്നവർക്ക് മോക്ഷഗതി ലഭിക്കുമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ ബാക്കിയാണ്. ആ തിരുനാമം ജപിക്കുവാൻ ഒരു പ്രത്യേക ദേശം ആവശ്യമില്ല. എവിടെ ഇരുന്ന് വേണമെങ്കിലും ഭഗവാന്, നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അല്ല കുളിക്കുകയാണ് ചെയ്യുന്നത്, യാത്ര ചെയ്യുകയാണ്, ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവത് നാമമാണ് മുഴങ്ങുന്നതെങ്കിൽ
നമ്മൾ കൃതാർത്ഥരായി എന്ന് പറയുകയാണ്. അതിനു വേണ്ടി പ്രത്യേക ഒരു ദേശം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഏത് ദേശത്തിരുന്നും നമ്മൾക്ക് ഭഗവത് നാമം ഉരുവിടാം എന്ന് പറയാം. അതാണ് ഊരിന്നു വേണ്ട. ചില ഭാരങ്ങൾ വേണ്ട. ചില ഭാരങ്ങൾ, സംഭാരങ്ങൾ, അതായത് ഒരു പൂജാ സാമഗ്രികളോ ഒന്നും ആവശ്യമില്ല, അല്ലേ? ഒന്നും ഭഗവാൻ ആവശ്യമില്ല. നമ്മളുടെ ഹൃദയ കോവിൽ മാത്രം മതി. അത് ശുദ്ധിയും വൃത്തിയും ശ്രദ്ധയും ഭക്തിയും ഉള്ളതായിരുന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ്. നമ്മൾ ഇതിനൊക്കെ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്, ആ പ്രാധാന്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുമ്പോഴെന്താ, തിരുനാമങ്ങൾ ജപിക്കുന്നതിലുള്ള ശ്രദ്ധയും ഭക്തിയും കുറയും. അപ്പോൾ ദയവായി നമ്മൾ ഈ ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ സമയത്തിൻ്റെയോ ഒന്നും പുറകെ പോകാതിരിക്കൂ. എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം, അതിൽ ഒരു തെറ്റുമില്ല. നമ്മളുടെ മനസ്സാണ് ഭഗവാന് വേണ്ടത് എന്ന് പറയുക. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബധ, നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന്. നീരിന്നു വേണ്ട, അതായത് നീര്, ജലം കൊണ്ട് അഭിഷേകം നടത്തുകയോ ജലം കൊണ്ട് അർച്ചന നടത്തുകയോ ജലം കൊണ്ട് തുലാഭാരം നടത്തുകയോ ഒന്നും ആവശ്യമില്ല. ഭഗവാന് നമ്മളുടെ ശുദ്ധമായ മനസ്സ് മതി, അല്ലേ? ജലം എന്നത് ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മളുടെ ശരീരത്തിനെ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കും. ബിംബത്തിനെ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കും. പൂജാ സാമഗ്രികളെ ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കും, അല്ലേ? പൂക്കളെ, അല്ലേ? എല്ലാത്തിനെയും നമ്മളെന്താ, ഒരു പൂജ നടത്തുമ്പോൾ ജലമാണ് ആ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതൊന്നും ആവശ്യമില്ല, മനസ്സ് മാത്രം ശുദ്ധമായിരുന്നാൽ മതി, അല്ലേ? ഇപ്പം സാധാരണ ജനങ്ങളെല്ലാം അതാ വളരെ ഭൗതികമായി ഒരുപാട് ശുദ്ധി നടത്തും, അല്ലെ? പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, അല്ലെ? ജലം കൊണ്ട്, അല്ലേ, കുളിക്കുന്നു, മറ്റാരെയും തൊടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഭൗതികമായ ശുദ്ധി നടത്തും. പക്ഷേ അവരുടെ അന്തരംഗം വളരെ മലിനമാണെങ്കിലോ ഈ പൂജയൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇവിടെ അന്തരംഗ ശുദ്ധിയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീരിന്നു വേണ്ട എന്ന ഭാഗം കൊണ്ട് എഴുത്തച്ഛൻ. നിജദാരങ്ങൾ വേണ്ട, അതായത് ഒരു പൂജ ചെയ്യണമെങ്കിൽ ഏറ്റവും ആവശ്യം യജമാനനും യജമാനൻ്റെ ഭക്തിയുമാണ്. ഒരുപാട് യാഗങ്ങൾ നടത്തുമ്പോൾ പൂക്കളും അർച്ചനകളും, അല്ലെ, പൂജാ സാമഗ്രികളും ദ്രവ്യങ്ങളും ഒക്കെ സമർപ്പിക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് തനിയെ ചെയ്യാൻ സാധിക്കില്ല ഹോമാദിയാഗങ്ങൾ. അവിടെ എന്തായിരിക്കണം, അത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പൂജയാണ്, അവനവൻ്റെ ഗ്രഹത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്. എന്ത് ഹോമം നടത്തുമ്പോഴും ആ ഹോമം നടത്തുന്ന യജമാനൻ്റെ ഒടൊപ്പം യജമാന പത്നിയും ഉണ്ടാകണം എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് നിജദാരങ്ങൾ വേണ്ട, ധർമ്മപത്നിയും ആവശ്യമില്ല. എന്തിന്? അതിന്. നിജദാരങ്ങൾ വേണ്ട, അതിന്. ഏതിന്? നാരായണ ജപത്തിന്. ഭഗവാനെ ജപിക്കുവാൻ ആരുടെയും സഹായം ആവശ്യമില്ല, ആരുടെയും കൂട്ടാവശ്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഭൂമിയിലേക്ക് വന്നു, ഒറ്റയ്ക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നത്. അതോടൊപ്പം ആരുടെയും നമ്മൾക്ക് സഹായമോ ഒരു പങ്കാളിത്തമോ ആവശ്യമില്ല. തിരുനാമങ്ങൾ ജപിക്കുവാൻ ആ മനസ്സ് ശുദ്ധമായി ഇരുന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബധ, നീരിന്നു വേണ്ട നിജദാരങ്ങൾ വേണ്ടതിനു. ഇത് വീണ്ടും വീണ്ടും എഴുത്തച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ എല്ലാം ശ്രദ്ധ ഭൗതികമായ കാര്യങ്ങളിലാണ്. അത് മാറ്റി നമ്മളുടെ മനസ്സിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, അവിടം ശുദ്ധമാക്കൂ, അവിടെ ഭഗവാനെ കൂട്ടാളിയായി ഇരുത്തു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വരിയിൽ പറയുന്നു, നാരായണാച്യുത ഹരേ എന്നു ചൊൽവതിനു നാവെന്നി വേണ്ട
ഹരിനാരായണായ നമ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ തിരുനാമങ്ങളായ നാരായണനെന്നോ അച്യുതനെന്നോ ഹരേ എന്നോ ചൊൽവതിനു ജപിക്കുവാൻ വേണ്ടി ഏത് നാമവും അല്ലേ, നാരായണൻ എന്ന വാക്ക് എല്ലാ ശ്ലോകത്തിലും എഴുത്തച്ഛൻ ഉപയോഗിക്കുന്നു. ഭഗവാനെ, സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവെ, അങ്ങ് അച്യുതനുമാകുന്നു എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. നാശമില്ലാത്തവനാണ്. ആ നാശരഹിതനായ ഭഗവാനിലേക്ക് എത്തുവാനായിട്ട് നമ്മളുടെ ശുദ്ധ ഹൃദയം മാത്രം മതി. അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ജപിക്കാം. അല്ലാതെ ഒരു പ്രത്യേക ദേശമോ ശുദ്ധമായ അന്തരീക്ഷമോ കാലമോ സമയമോ പ്രത്യേക മുഹൂർത്തങ്ങളോ പ്രത്യേക വ്യക്തികളുടെ സാമീപ്യമോ പൂജാ സാമഗ്രികളുടെ സഹായമോ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് നമ്മളുടെ ഹൃദയം ശുദ്ധമാക്കിക്കൊണ്ട് നാരായണനെന്നോ അച്യുതനെന്നോ ഹരിയെന്നോ ഗോവിന്ദനെന്നോ ഏതു നാമവും ഭഗവാന്റെ ആ പുണ്യനാമങ്ങൾ ചൊല്ലാവുന്നതാണ്. അവർക്ക് ചൊൽവതിന് ജപിക്കുവാനായിട്ട് നാവെന്നി വേണ്ട, അതായത് നാവൊഴികെ മറ്റൊന്നും ആവശ്യമില്ലെന്ന്. അപ്പോൾ ജപിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ ഇന്ദ്രിയമാണ് നാവ് എന്നത്. അപ്പോൾ ആ നാവ് മതി ഭഗവാനെ ജപിക്കാൻ. മറ്റൊന്നും സഹകാരി സാധനങ്ങളാണ്, അവയൊന്നും ആവശ്യമില്ല. മുഖ്യമായി നമ്മൾക്ക് വേണ്ടത് ആ ശുദ്ധ മനസ്സും ആ രസനേന്ദ്രിയം എന്ന ഇന്ദ്രിയവും മതി എന്ന് പറയുന്നു. ഹരിനാരായണായ നമ. നാരായണാച്യുത ഹരേ എന്നു ചൊൽവതിനു നാവെന്നി വേണ്ട ഹരിനാരായണായ നമ. നാവൊഴികെ മറ്റൊന്നും ആവശ്യമില്ല ഭഗവത് നാമം ജപിക്കുവാൻ. അതിനായിക്കൊണ്ട് ഭഗവാനെ, എന്നാലാവുന്ന വിധം എൻ്റെ നാവിൽ അങ്ങ് വിളയാടണേ. ഈ നാമങ്ങൾ ജപിക്കുവാൻ എന്നാലാവും വിധം ഞാൻ ഭഗവാനെ അങ്ങയെ പല നാമങ്ങൾ കൊണ്ട് വർണ്ണിച്ചുകൊണ്ട് ഈ നാമാർച്ചന സമർപ്പിക്കുന്നു. അങ്ങ് ദയവായി സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾക്ക് ഭഗവത്ഗീതയും സ്മരിക്കാവുന്നതാണ്. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ അർജുനനോടും പറയുന്നുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി, അതായത് യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാകുന്നു. അപ്പോൾ മറ്റൊരു യജ്ഞവും നടത്തണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ എവിടെ ഇരുന്നും എന്നെ ജപിച്ചാൽ അതാണ് ഏറ്റവും വലിയ യജ്ഞമെന്നും ഭഗവാൻ പറയുന്നുണ്ട്. ആ യജ്ഞം ഇവിടെ നടത്തിക്കാട്ടി തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബധ, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ട ദിനം, നാരായണാച്യുത ഹരേ എന്നു ചൊൽവതിനു നാവെന്നി വേണ്ട ഹരി നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ശ്ലോകം 20. ഋതുവായ പെണ്ണിനും ഇരപ്പന്നു ദാഹകനും പതിതന്നും അഗ്നിയ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇത് ഒരു നാളും ആർക്കും അരുതാത്തതല്ല ഹരിനാരായണായ നമ. ഇങ്ങനെയാണ് വരികൾ. നമ്മൾക്കൊന്ന് പാരായണം ചെയ്യാം. ഋതുവായ പെണ്ണിനും ഇരപ്പന്നുദാഹകനും പതിതന്നുമഗ്നിയ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരി നാരായണായ നമ. ഋതുവായ പെണ്ണിനും ഇരപ്പന്നുദാഹകനു പതിതന്നുമഗ്നിയ ജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരി നാരായണായ നമ.
നമ്മളുടെ കണ്ണു തുറപ്പിച്ചു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. അല്ലയോ നാരായണ, ആർക്കൊക്കെ ഭഗവാനെ അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കുവാൻ അർഹതയുണ്ട് എന്ന് പറയുകയാണ്. ഹൃദുവായ പെണ്ണിന്, ഹൃദുവായിരിക്കുന്ന സ്ത്രീകൾക്ക്. പണ്ടൊക്കെ സ്ത്രീകൾക്ക് ഹൃദുവായിരുന്നാൽ അവരെ തീണ്ടാരിയായി മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടും ആ സ്ത്രീകളെ തീണ്ടാരിപ്പുരയിലാണ് പിന്നീട് വസിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടും സ്ത്രീകൾക്ക് ഈ തിരുനാമങ്ങൾ, നാരായണനാമം ജപിക്കാം. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളോടും അധകൃതരോടും ഒക്കെ വളരെ ഒരു ബഹുമാനമില്ലാതെ അവരെ അടിമകളാക്കിയിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഹൃദുവായാൽ അവരെ പിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ മാറ്റി പ്രത്യേക ഒരു സ്ഥലത്തായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത്. അവർക്ക് വിളക്ക് കത്തിക്കാനോ ആഹാരം പാകം ചെയ്യുവാനോ അവർക്ക് നാമം ജപിക്കുവാനോ ഒന്നുമുള്ള ഒരു അവസരം കൊടുത്തിരുന്നില്ല. അതിൻ്റെ ശാസ്ത്രീയ വശം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഈ ദിവസങ്ങളിൽ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. അതിനായി ആയിരുന്നു മാറ്റിയിരുത്തുക എന്നുള്ള ഒരു ധർമ്മം നിർവഹിച്ചത്. പക്ഷേ കാലഘട്ടം മാറിയപ്പോൾ ഇതൊരു അജ്ഞാനികൾ അതിനെ വളച്ചൊടിച്ചു അവരെ ഒരു അവജ്ഞയോടുകൂടി അവരെ തള്ളി മാറ്റുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയും കൂടെ എഴുത്തച്ഛൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കും ഏതൊരു സന്ദർഭത്തിലും ശരീരം അശുദ്ധമായിരുന്നാലും പ്രശ്നമില്ല, അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി എന്ന് എഴുത്തച്ഛൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് പറയുന്നു ഇരപ്പന്നു. ഇരപ്പെന്ന് വെച്ചാൽ ഇരന്ന് ജീവിക്കുന്നവർ, ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവർ, യാചകർ. അതായത് സാമ്പത്തികമായ ഒരു ഇതുമില്ല, ശരീരത്തിനും ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവുമില്ല. അങ്ങനെയുള്ള ആളുകൾ പല ദേശങ്ങളും പല കാലങ്ങളിലും പല വീടുകളിലും പോയി അരി, ആഹാരപദാർത്ഥങ്ങൾ, നാണയങ്ങൾ, ഇവയൊക്കെ വസ്ത്രങ്ങൾ, ഇവയെല്ലാം ഭിക്ഷ ചോദിച്ചിരുന്നു. ഇപ്പം അത് അങ്ങനെയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അങ്ങനെയുള്ളവരെ നമ്മൾക്ക് കാണാം. അങ്ങനെയുള്ളവർ അവരെ സമൂഹം എന്താണ് ഭിക്ഷാടകരായി ഒരു പ്രത്യേക വിഭാഗമായി ശൂദ്രരായി മാറ്റിയിരുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അവർക്കെന്താ, അവർ കുളിക്കില്ല, അവർക്ക് വീടുണ്ടാവില്ല, അല്ലേ, അവർക്ക് നല്ല വസ്ത്രമുണ്ടാവില്ല, വളരെ വളരെ പ്രാകൃതമായ രൂപികളായിരിക്കും അവർക്കും ജപിക്കാം ഭഗവാന്. അപ്പോൾ അവരുടെ പ്രാരബ്ധവശാൽ അവർ ഭിക്ഷാടകരായി മാറേണ്ടി വന്നാൽ കൂടിയും അവർക്കും മോക്ഷഗതിക്ക് വേണ്ടി ഇനിയും ഒരു ദുഃഖ ശരീരം എടുക്കാതെ അലഞ്ഞു നടക്കാതിരിക്കുവാനായി ഭഗവാനെ ജപിച്ചാൽ അവർക്കും മോക്ഷം ലഭിക്കും എന്ന് പറയുന്നു. ഇരപ്പന്നു. അടുത്തത് ദാഹകൻ. ദാഹകൻ എന്ന് വെച്ചാൽ ശവം ദഹിപ്പിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് ദാഹകൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു വർഗക്കാരും ആയിരുന്നു പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഈ ശവം ദഹിപ്പിക്കുക എന്നുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സമൂഹവുമായി അടുപ്പിക്കില്ല. അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്രിമേഷൻ ഗ്രൗണ്ടിൽ, അതായത് ഈ ശ്മശാനത്തിൽ അവർക്ക് അതിനോട് ചേർന്ന് ഒരു കുടിലുണ്ടാകും. അവിടെയാണ് അവർ ജീവിക്കുക. അവർക്ക് പൊതുസമൂഹവുമായി ബന്ധമുണ്ടാവില്ല. ആളുകൾ മരിക്കുന്ന സമയത്ത് അവിടെ കൊണ്ട് ശവസംസ്കാരം നടത്തും. അപ്പോൾ സംസ്കാര ക്രിയകളെല്ലാം ഈ പ്രത്യേക വിഭാഗക്കാർ ചെയ്തിരുന്നു. അവർക്ക് സാധാരണ ജനങ്ങളുമായി സംസാരിക്കുവാനോ ഇടപഴകുവാനോ എല്ലാ ജനങ്ങളും താമസിക്കുന്ന സ്ഥലത്ത് വീട് കെട്ടി താമസിക്കാനോ ഒന്നും അനുവാദമുണ്ടായിരുന്നില്ല. ഈ ശ്മശാനത്തിൻ്റെ അടുത്ത് തന്നെ ആ സ്ഥലം വിട്ട് അവർക്ക് നാട്ടിലേക്ക് വരുവാൻ അനുമതിയില്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യയുടെ പല ഭ്രാന്ത പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള വളരെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ വിരളമായി ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ എഴുത്തച്ഛൻ ഇത് രചിക്കുന്ന കാലഘട്ടം 16-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, അല്ലേ. ഈ ബ്രാഹ്മണന്മാർ മാത്രമാണ് ഭഗവാനെ ജപിക്കുവാൻ
ഒരു അധികാരമുള്ളത് മറ്റുള്ള വർഗ്ഗക്കാർ, പ്രത്യേകിച്ച് ഈ ദാഹകന്മാരും ഇരപ്പന്മാരെയൊക്കെ ശൂദ്രരായി കണ്ടുകൊണ്ടിരുന്ന കാലമായിരുന്നു അവരെയൊക്കെ. പക്ഷെ ഭഗവാൻ പറയും ഇതൊക്കെ ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാ വർണ്ണങ്ങളും കർമ്മത്തിനനുസരിച്ച് അവരെ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ എന്ന് ഞാൻ തിരിച്ചു എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സമൂഹം ആ ശ്ലോകങ്ങളെ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശ്ലോകം രചിക്കുമ്പോൾ അവരെ എല്ലാം ഓർക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. എഴുത്തച്ഛൻ സംസ്കൃതം പഠിക്കുമ്പോഴും ശ്ലോകങ്ങൾ എഴുതുമ്പോഴൊക്കെ അന്നത്തെ സമൂഹം അദ്ദേഹത്തിനെയും മാറ്റിയിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാ വർണ്ണക്കാരുടെയും പ്രതിനിധിയായിക്കൊണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ശ്ലോകം രചിക്കുന്നത്. ആർക്കും ഭഗവാനെ സ്മരിക്കുന്നതിനും ഭഗവാനെ ജപിക്കുന്നതിനും മോക്ഷഗതിക്കും അർഹതയുണ്ട്. അവരുടെ മനസ്സ് മാത്രം മതി ഭഗവാന് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ശാസ്ത്രം പഠിക്കാം, എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാം, ജപിക്കാം. ഒരുപാട് ഇവരുടെയൊക്കെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവരെയൊക്കെ നമുക്ക് സ്മരിക്കാവുന്നതാണ്. ഇരപ്പന്നു ദാഹകൻ, ഋതുവായ പെണ്ണിനും ഇരപ്പന്നു ദാഹകനും പതിതന്നു അഗ്നിയജനം ചെയ്ത ഭൂസുരരും. പതിതൻ അടുത്ത വരിയിൽ പറയുകയാണ്. പതിതൻ എന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട കൽപ്പിച്ചിരിക്കുന്നവർ. അതായത് അവർ നിലനിൽക്കുന്ന സമൂഹത്തിൽ എന്തെങ്കിലും അവർ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും? അവരെ ആ സമൂഹത്തിൽ നിന്നും നാടുകടത്തും, മറ്റു നാട്ടിലേക്കോ അല്ലെങ്കിൽ പണ്ടൊക്കെ കാട്ടിലേക്ക് വിടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനാണ് ഭ്രഷ്ട് കൽപ്പിക്കുക എന്നത്. അങ്ങനെയുള്ളവർക്കും, അതായത് സമൂഹം ഒറ്റപ്പെടുത്തിയ സാധുക്കൾക്കും അവർക്കും ഭഗവാനെ ജപിക്കാം. അഗ്നിയ ജനം ചെയ്ത ഭൂസുരൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർ, ആ സമൂഹത്തിൽ ഉന്നതമായ കുലത്തെ പ്രതിനിധീകരിക്കുന്നവർ. അവരെങ്ങനെയുള്ളവരാണ്? അഗ്നിയജനം, അഗ്നിഹോത്രം മുതലായ ഹോമങ്ങൾ, യാഗങ്ങൾ ദിനവും ചെയ്യുന്നവർ. അപ്പോൾ അവർ എപ്പോഴും ഭഗവാന് പൂജയും അർച്ചനയും ഹോമവും നടത്തുന്ന അവർക്കും ജപിക്കാം. അവരോടൊപ്പം മറ്റുള്ള സാധാരണ ആളുകൾക്കും ജപിക്കാവുന്നതാണ്. ഭഗവാനെ ജപിക്കുവാൻ ഒരു നിയന്ത്രണവും ഭഗവാനാൽ കൽപ്പിച്ചിട്ടില്ല. ഇത് മനുഷ്യനാൽ കൽപ്പിച്ച നിയമങ്ങളാണ്. അതൊക്കെ ഇവിടെ തച്ചുടയ്ക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഋതുവായ പെണ്ണിനും ഇരപ്പന്നു ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടൻ. ഹരിനാമ കീർത്തനം ഇത്. ഈ ഹരിനാമ കീർത്തനം, അതായത് ഹരിയുടെ നാമങ്ങൾ കീർത്തിക്കൽ എന്ന ഈ കൃതി അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ ഏതു നാമങ്ങൾ. അപ്പോൾ എഴുത്തച്ഛൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് ലോക സമൂഹത്തിന് വേണ്ടിയാണ്, ഭഗവാന്റെ ഭക്തന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥം രചിക്കുന്നത്. അതാർക്കും ജപിക്കാം, ഒരു നിയന്ത്രണവും ഇല്ല. ഇനി ഈ ഗ്രന്ഥമല്ല, ഭഗവാന്റെ ഏതു തിരുനാമങ്ങളും ആർക്കും ജപിക്കാം, ഒരു നാളും ആർക്കും ഉടൻ. ഹരിനാമ കീർത്തനം എന്ന ഈ ഗ്രന്ഥമോ അല്ലെങ്കിൽ ഹരിയുടെ നാമങ്ങളോ ഏത് കീർത്തനങ്ങളോ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ആര് ജപിക്കുന്നുവോ അവർക്ക് ആർക്കും ഒരു നാളും ആർക്കും ഒരിക്കലും ആർക്കും എന്താണ് ഉടൻ അരുതാത്തതല്ല, അവർക്ക് എന്താണ് ഒരിക്കലും പാടില്ലാത്തതല്ല. അവർക്ക് എന്താണ് ഭഗവാനെ അടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആര് ജപിക്കുന്നോ അവർക്ക് ഒരു നിയന്ത്രണവും ഒരിക്കലും പാടില്ല, ഉണ്ടാവുകയുമില്ല. സമൂഹം കൽപ്പിച്ച നിയന്ത്രണങ്ങളൊക്കെ നിങ്ങൾ വിസ്മരിച്ചോളൂ. അതൊക്കെ ഈ ആസുരിക സ്വഭാവികൾ, അധർമ്മികൾ ലോകത്തിന് കൽപ്പിച്ച നിയമങ്ങളാണ്, ഭഗവാൻ കൽപ്പിച്ചതല്ല. ഭഗവാന്
നമ്മുടെ മനസ്സ് മാത്രം മതി. ആ മനസ്സിൽ ഭഗവാന്റെ നാമങ്ങൾ ആര് പൂർണ്ണമായ ശരണാഗതിയോടുകൂടി ജപിക്കുന്നുവോ അവർക്ക് ഈ നാമം എപ്പോഴും ഏത് ദേശത്തും ഏത് കാലത്തും ഇരുന്ന് ജപിക്കാം. അവർക്ക് നല്ലൊരു ഗതി ലഭിക്കും, മോക്ഷപ്രാപ്തി ലഭിക്കും എന്ന് ഉറപ്പ് തരികയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. നമ്മൾ മറ്റെല്ലാത്തിനും സമയം കണ്ടെത്തുമ്പോൾ, അയ്യോ ഞാൻ കുളിച്ചില്ല, ഞാൻ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ, അല്ലെ ഞാൻ അത് ചെയ്തു പോയി, ഇത് ചെയ്തു പോയി, യാത്ര ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ നാമം ജപിക്കുന്നത് മാത്രം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കും, അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് എത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി ഭഗവത് നാമം ജപിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. അത് ഒന്നിനും തടസ്സമല്ല. ഭഗവത് നാമജപം നമ്മളുടെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ചാൽ മതി എന്നുള്ള ഒരു കണ്ണ് തുറന്ന് തരികയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും അദ്ദേഹം എന്തു ചെയ്തു? ഭഗവത് നാമജപം ഒരിക്കലും അദ്ദേഹം അവസാനിപ്പിച്ചില്ല. ഇതൊക്കെ എൻ്റെ പ്രാരാബ്ധം കൊണ്ട് ഞാൻ ദുഃഖം അനുഭവിക്കുന്നു, ഭഗവാനെ ഞാൻ ഉപേക്ഷിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ലോകമറിയുന്ന മഹാത്മാവായി മാറിയത്, അദ്ദേഹം ജീവൻ മുക്തനായി മാറിയത്. അപ്പോൾ നമ്മൾക്കും അതിനൊരു അവസരം, വഴി തുറന്നു തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഋതുവായ പെണ്ണിനുമിരപ്പന്നു ദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കുമുടൻ അരുതാത്തതല്ല ഹരി. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമഃ. ബാക്കിയുള്ള ശ്ലോകങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.